ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മയും വരുണും കൊലയൊക്കെ കഴിഞ്ഞ് വണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് നോക്കുമ്പോൾ ലൈറ്റ് കാണും. അപ്പോൾ രാധികാമ്മ പറയും, എന്തേ ലൈറ്റ് വാതിലും തുറന്നിരിക്കുകയെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വരുൺ പറയും, അമ്മ പേടിക്കാണ്ടൊന്നും ഇങ്ങ് വന്നേ, അത് വല്ല കാഞ്ചന ആയിരിക്കും പറഞ്ഞ് ഇവരിങ്ങനെ വരികയാണ് കേട്ടോ. രണ്ടുപേരും വന്ന് പെടുന്നത് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുമ്പിലായിരിക്കും കേട്ടോ. ഇവരെ രണ്ടാളെയും കാണുമ്പോൾ രാധികാമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. ഒന്ന് അന്തം വിടുന്നുണ്ട് കേട്ടോ. അവരെ ഫേസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല രാധികാമ്മയ്ക്ക്. ശേഷം നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ പറയും റെസ്റ്റോറൻറ്റിലായിരുന്നു എന്ന്, വരുൺ പറയും ക്ലബിലാണെന്നും. അങ്ങനെ രണ്ടുപേരും രണ്ട് ആൻസർ പറയുമ്പോൾ നമ്മുടെ ഗീത് പറയും കേട്ടോ, ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്ത് എങ്ങോട്ടാണ് പോയതെന്ന്, എന്നിട്ട് പറയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ രാധിക പറയും, അതിലെന്താ ഒന്നും പറയാനില്ല, ആദ്യം ഞങ്ങൾ അവിടേക്ക് പോയിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു എന്നാണ് പറഞ്ഞ് ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീത് പറയുന്നുണ്ട്, രണ്ടാൾക്ക് എന്താണ് ഒരു പരുങ്ങൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്ത് പരുങ്ങൽ? ഒന്നുമില്ല, ഞാൻ അല്ലെങ്കിൽ ടയേർഡ് ആയിരിക്കുകയാണെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് രാധികാമ്മ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. വരുണും പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രണ്ടാൾക്ക് എന്തോ ഒരു പരുങ്ങലുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തോ ഒരു പ്രശ്നം എന്തായാലും ഉണ്ട്, അല്ലെങ്കിൽ രാധികാമ്മ ഇങ്ങനെ ഒന്നും ഇത്രയൊന്നും പറഞ്ഞിട്ടല്ല പോവാ, നല്ലപോലെ ദേഷ്യപ്പെട്ട് എതിർത്ത് പറയേണ്ടതാണ്, ഒന്നും പറയാതെയാണല്ലോ പോയത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അവരെന്തായാലും പോയില്ലേ, നമുക്ക് കിടക്കാം, നീ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയതല്ലേ, അതൊക്കെ മറന്നോന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദ്. അപ്പോൾ നമ്മൾ ഗീത് പറയുന്നുണ്ട്, എന്ത് വാഗ്ദാനം, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കിടക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല സ്നേഹത്തോടെ കിടക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് ഗീതുവിൻ്റെ വീടായിരിക്കും കേട്ടോ. വിലാസിനി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭദ്രനെ. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, കാണാനില്ലല്ലോ, എത്ര നേരമായി പോയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വിനോദ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് പറയും, അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ എന്തായാലും അച്ഛൻ വന്നിട്ട് ഉറങ്ങുള്ളൂ, അമ്മ പോയി കിടന്നു, അമ്മയ്ക്ക് മരുന്നൊക്കെ ഉള്ളതിൽ പോയി മരുന്നൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ അച്ഛൻ വന്ന ഫുഡൊക്കെ എടുത്ത് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വിലാസിനെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികാമ്മയാണ് കേട്ടോ. രാധികാമ്മ ഉറക്കത്തിൽ ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല മൂപ്പർക്ക്. ഓരോ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഭദ്രനെ കൊല്ലുന്ന ആ ഒരു സീനൊക്കെയാണ് ഓർക്കുന്നത് കേട്ടോ രാധികാമ്മ. എന്നിട്ട് ഉറങ്ങാൻ പറ്റാണ്ട് എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ആലോചിക്കുക, മൊത്തത്തിൽ പ്രാന്ത് പിടിക്കണ മാതിരി കാണിക്കായിരിക്കും രാധികാമ്മ. ഈ സമയം അനാർക്കലിയുടെ കോൾ വരികയാണ് കേട്ടോ. എന്നിട്ട് രാധികാമ്മ ചോദിക്കുക, എന്തായി, എല്ലാം മറവ് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനാർക്കലി പറയാം, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, എന്നാലും നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് വിചാരിച്ചില്ല, ഒരു മാംസത്തിൽ ഇങ്ങനെ കത്തി കുത്തി കയറ്റാനുള്ള ആ ഒരു ധൈര്യം നിനക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇതിപ്പോൾ ഒരു തുടക്കം ആയിക്കോളൂ, ഇനി നിനക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഇനി തുടരെ കിട്ടിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, അനാർക്കലി പ്ലീസ് നീ എന്നെ അങ്ങനെ ഒരു കൊലയാളി ആക്കരുത്, എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല, എൻ്റെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ്, കണ്ണടച്ച ഭദ്രൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഉറങ്ങാനുള്ള പിൽസ് കഴിച്ചിട്ടാണ് കിടന്നത്, എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് മൊത്തം ഒരു സമാധാനക്കേട് പോലെ എന്തൊക്കെയൊരു വെപ്രാളമാണ്, എനിക്ക് ഒട്ടും സമാധാനമില്ല അനാർക്കലി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അനാർക്കലി പറയും, നിനക്ക് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള ഒരു സംഭവം ഞാൻ അയച്ചു തരാം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് അനാർക്കലി ഫോൺ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ശേഷം രാധികാമ്മ വെള്ളം കുടിക്കാനായിട്ട് ജഗ് എടുത്ത് നോക്കുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതപ്പോൾ അവിടെ അങ്ങനെ വലിച്ചെറിയാണ് ബെഡിലേക്ക്. ശേഷം ഇങ്ങനെ മെസ്സേജ് വരുമല്ലോ അനാർക്കലിയുടെ. എന്നിട്ട് ആ വീഡിയോ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഈ സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ അയച്ചിട്ട് എനിക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ, എന്തായാലും കണ്ടുവെക്കാമെന്ന് പറഞ്ഞ് സ്പെക്സൊക്കെ വെച്ചിട്ട് മൂപ്പരിങ്ങനെ കാണുകയാണ് കേട്ടോ. കാണുമ്പോൾ ഉള്ള സമാധാനം കൂടി പോയി എന്ന് പറയാം. കാരണം അവർ കൊല്ലുന്ന ആ ഒരു സീന് അനാർക്കലി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ആയിരുന്നു അനാർക്കലി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കണ്ടതോടുകൂടി അന്തം വിട്ട് ഉള്ള സമാധാനം കൂടി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ രാധികാമ്മയുടെ. ശേഷം അനാർക്കലി വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട്, ഇത്തിരി കൂടി സമാധാനമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ ആകെ, എന്താ അനാർക്കലി ചെയ്തത്, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, ഇങ്ങനെയായിരുന്നു, എനിക്ക് ഒരു സങ്കടം വന്നപ്പോൾ ഞാൻ ആ ജയിലിൽ കിടന്നിട്ട് ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്, നീ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ, ഞാൻ അനുഭവിച്ചതിൻ്റെ 1000-1 ഭാഗം പോലും ആയിട്ടില്ല ഇത്, ഇനിയൊക്കെ നിനക്ക് അനുഭവിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പണി കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് കോൾ വെക്കുകയാണ് ചെയ്യുന്നത്. രാധികാമ്മ ആകെ അന്തം വിട്ടിട്ടും സങ്കടത്തിലും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഗീതുവും ഗോവിന്ദും ഉറങ്ങുന്നതാണ് കേട്ടോ. ആ സമയം ഗീതുവിൻ്റെ ഫോണിലേക്ക് അജാസ് വിളിക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് അജാസ് വിളിക്കുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എന്താ അജാസൊക്കെ ഇത്ര നേരത്തെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഗീതു അന്തം വിടുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഗോവിന്ദ് സാറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗീതു അത് സൈലൻ്റ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ അന്തം വിടുന്നത് കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദ് എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗീതു പിന്നെ ആ ഫോൺ സ്പീക്കറിൽ ഇടാണ് ചെയ്യുന്നത്. ശേഷം അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ അജാസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ്. അവർണിക ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർണിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വന്നതെന്നും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ ആകെ ബ്ലഡിൽ കുളിച്ച് നിലത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുഞ്ഞ് പോയി എന്നിങ്ങനെ പറയുമ്പോൾ ഗീതുവിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, അവളുടെ ആകെ ഒരു പ്രതീക്ഷ ആ കുഞ്ഞായിരുന്നു, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു എല്ലാ പ്രേരണയും ആ കുഞ്ഞായിരുന്നു, അതില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവർണികേനെ എന്ന് ചോദിക്കുമ്പോൾ അജാസ് പറയുന്നുണ്ട്, പക്ഷെ ഒരുപാട് വിഷമിപ്പിക്കരുത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗീതു അകത്ത് കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അകത്ത് കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവർണികേനായിരിക്കും കാണുന്നത്. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ വിഷമവും കണ്ണീരിലൂടെ തന്നെ കളയണം, പിടിച്ചു വെക്കരുത്, എല്ലാം കരഞ്ഞ് തന്നെ തീർത്തോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയം നമ്മുടെ അവർണിക പറയുന്നുണ്ട്, കിച്ചു വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുപോലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.